ഹരേ കൃഷ്ണ, രാധേ രാധേ ശ്യാം, ഓങ്കും ഗുരുഭ്യോ നമഃ. ഒരു ഭക്തയുടെ അനുഭവം ഇങ്ങനെയാണ്. അവരുടെ കുട്ടിക്കാലത്ത് അവരുടെ വീട്ടിൽ വലിയ ഭക്തി ഒന്നുമുള്ള അല്ലെങ്കിൽ വലിയ നാമജപമോ ഒന്നും ഉണ്ടായിരുന്നൊരു വീടല്ല. വേണമെങ്കിൽ ജപിക്കാം, വേണ്ടെങ്കിൽ ജപിക്കേണ്ട, അങ്ങനെ ഒക്കെയുള്ള ഒരു വീടായിരുന്നു. അതിനുശേഷം ആ കുട്ടി വളർന്നു, വിവാഹമൊക്കെ കഴിഞ്ഞ് ഭർത്തൃഗൃഹത്തിലെത്തി. അവിടെയും മറിച്ചായിരുന്നില്ല സ്ഥിതി. തന്നെയുമല്ല, അവരുടെ രാഷ്ട്രീയപരമായ ചിന്തകളുമൊക്കെ മറ്റൊന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ പ്രാർത്ഥനകളോ നാമജപമോ വിളക്ക് കൊളുത്തലോ ഇങ്ങനൊരു കാര്യമേ ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയുള്ള രീതികളൊന്നും ഇല്ലായിരുന്നതിനാൽ ഈ കുട്ടിക്ക് ഭക്തിയോ അങ്ങനെയുള്ള ക്ഷേത്ര ദർശനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയോ ഗുരുവായൂരപ്പനോട് ഇഷ്ടം തോന്നുകയാണ്, അടുപ്പം തോന്നുകയാണ്, ഭക്തി തോന്നുകയാണ്. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ നാളുകൾ കഴിയും തോറും ഭഗവാനെ ദർശിക്കണം, ഭഗവാനെ കാണണം, ഭഗവാന്റെ നാമം ജപിക്കണമെന്നൊക്കെ എന്തോ ഈ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരികയാണ്. അങ്ങനെ ചില അവസരങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുന്ന ഒരു രീതി ആ കുട്ടിക്ക് ഉണ്ടായില്ല. കാരണം ഇത്രയും ക്യൂ ഒക്കെ നിന്ന് അതിനകത്ത് കയറി ആ ക്യൂവിൽ നിന്ന് തൊഴുവാനൊന്നും ഒരു മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊടിമര ചുവട്ടിലോ പുറത്ത് നിന്നൊക്കെ തൊഴുകയായിരുന്നു അതിൻ്റെ പതിവെന്ന് പറയുന്നത്. പിന്നീട് എപ്പോഴോ മനസ്സിൽ തോന്നി, ഇല്ല, എനിക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ഭഗവാന്റെ ആ രൂപം കണ്ട് പ്രാർത്ഥിക്കണം എന്ന ആഗ്രഹം തോന്നി. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും അതിൻ്റെ രീതികൾ മാറുകയാണ്. അങ്ങനെ പിന്നീട് ഗുരുവായൂരിൽ വരുമ്പോൾ വളരെ നേരം ക്യൂ നിന്ന് അതിനുശേഷം ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ ചെന്ന് ആ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കും. അങ്ങനെയായി ആ കുട്ടി. അങ്ങനെ ഇരിക്കെ എപ്പോഴോ ഒരു ആചാര്യൻ്റെ പ്രഭാഷണങ്ങളുമൊക്കെ ഇങ്ങനെ കേൾക്കുവാനിടയാകുന്നു. അങ്ങനെ ആ ആചാര്യൻ ഭഗവാനെക്കുറിച്ച് പറയുന്നതും ഭഗവാന്റെ കഥകളുമൊക്കെ കേട്ടപ്പോൾ ഭഗവാനോട് വീണ്ടും വീണ്ടും അടുപ്പം തോന്നി, ഇഷ്ടം തോന്നി, ഭക്തി തോന്നി. അങ്ങനെ ഭഗവത് കഥകൾ പറഞ്ഞു തരുന്ന ആ ആചാര്യനോട് ആ കുട്ടിക്ക് ഇഷ്ടവുമായി. തനിക്ക് ഗുരുവായൂരപ്പൻ്റെ കഥകൾ പറഞ്ഞു തന്നത്, ഗുരുവായൂരപ്പനോട് അടുപ്പിച്ചത്, ആ ഭക്തിയിലേക്ക് അടുപ്പിച്ചത് ആ ഗുരുനാഥനാണെന്നുള്ള ചിന്ത ആ കുട്ടിക്കുണ്ടായി. മനസ്സുകൊണ്ട് ഗുരുവായി അദ്ദേഹത്തെ സങ്കല്പിച്ചു. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം തോന്നി, എപ്പോഴെങ്കിലും ആ തനിക്ക് അറിവ് പകർന്നു തന്ന, താൻ മനസ്സാ ഗുരുവായി കണ്ടിട്ടുള്ള ആ ആചാര്യനെ നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹം ആ കുട്ടിയുടെ മനസ്സിലുണ്ടായി. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി. നല്ല തിരക്കുണ്ട്. ഭഗവാനെ കാണുവാനായിട്ട് ആ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നല്ല നീണ്ട ക്യൂ ആണ്. അപ്പോൾ ആ ക്യൂ ഇങ്ങനെ നീളുമ്പോൾ നമുക്ക് അവിടുത്തെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെ ആ കുട്ടി ആ ക്യൂവിൻ്റെ അവിടെ ആ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് നാരായണനാമം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് മനസ്സിലൊരാഗ്രഹം ഇങ്ങനെ തോന്നുകയാണ്. ആ തോന്നിയ ആഗ്രഹം ഗുരുവായൂരപ്പനോട് ആ കുട്ടി ആ ക്യൂവിൽ നിന്ന് ക്യൂവിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണ ഭഗവാനെ, കുഞ്ഞുനാളിലോ അതിന് ശേഷമോ ഒന്നും ഭഗവാനോട് എനിക്ക് ഒരുപാട് പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ല, ഭഗവാന്റെ നാമം ജപിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. പിന്നീട് എപ്പോഴോ എൻ്റെ മനസ്സിൽ ഭഗവാൻ ആ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതും എൻ്റെ മാനസ ഗുരുവിലൂടെ ആ എപ്പോഴോ തിരിച്ചറിഞ്ഞ എവിടെയോ വെച്ചോ കേട്ട ആ ആചാര്യൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് ഒക്കെ ആ കുട്ടിക്ക് ഭഗവാനോട് ഇഷ്ടം തോന്നി, അടുപ്പം തോന്നി, ഭക്തി തോന്നി. അങ്ങനെ ആ ഭഗവാനോട് എനിക്ക് അടുപ്പമുണ്ടാക്കി തന്നത് ആ ഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കുകളുമൊക്കെ ഒരുപാട് ഞാൻ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നിന്ന് വാങ്ങി വായിക്കുകയും ചെയ്തു. ഇന്ന് ആ ഗുരുവിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടവനാണ്. ഭഗവാനെ അറിയിച്ചു തന്നത് ആ ഗുരുനാഥനാണ്. ഭഗവാനോടുള്ള അടുപ്പം, ഭക്തി ഇതെല്ലാം ഉണ്ടാക്കി തന്നത് ആ ഗുരുവാണ്. അങ്ങനെയുള്ള ആ ഗുരുവിനെ ഒരു തവണയെങ്കിലും, ഒരൊറ്റ പ്രാവശ്യമെങ്കിലും
എനിക്കൊന്ന് കാട്ടിത്തരണമേ ഗുരുവായൂരപ്പ എന്ന് ആ ഭഗവാനെ കാണാൻ നിൽക്കുന്ന ആ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലകത്ത് നിന്ന് ആ ക്യൂവിൽ ഇരുന്നു കൊണ്ട് ആ കുട്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഒരു നിമിഷം പതുക്കെ കണ്ണുകളിങ്ങനെ തുറക്കുകയാണ്. തുറന്നിട്ട് തിരിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ആ കുട്ടി കാണുകയാണ്. എന്താണ്? താൻ ആരെയാണോ കാണണമെന്ന് ആഗ്രഹിച്ചത്, തന്നെ ആരാണോ ഭഗവാനോട് അടുപ്പിച്ചത്, ആ ഒരു ആചാര്യൻ തൻ്റെ കുറച്ച് പിന്നിലായിട്ട് അവിടെ ആ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ക്യൂവിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ കുട്ടി കാണുന്നത്. സത്യമാണോ മിഥ്യയാണോ അത്ഭുതമാണോ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ആ കുട്ടിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു നിമിഷം അവിടെ ഇരുന്ന് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചത് എൻ്റെ ഭഗവാനെ ഗുരുവായൂരപ്പ, ഭഗവാനോട് അടുക്കുവാൻ, ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ, ഭഗവാനോട് അടുപ്പിച്ചത് എൻ്റെ ഒരു മാനസ ഗുരുവാണ്. ആ ഗുരുവിനെ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കാട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ച് കണ്ണുകൾ തുറന്ന അടുത്ത നിമിഷത്തിൽ ആ കുട്ടി കാണുന്നു തൻ്റെ ക്യൂവിൻ്റെ അപ്പുറത്ത് ആ ആചാര്യൻ നിൽക്കുന്നത്. എന്തൊരു അത്ഭുതമാണല്ലേ! എന്താ ഭഗവാനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നൊരു മാജിക്കാണല്ലേ അല്ലേ? കണ്ണുകൾ നമ്മൾ പറഞ്ഞിട്ടങ്ങോട്ട് അടുത്ത സെക്കൻഡിൽ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആ ആചാര്യനെ കാണുകയാണ്. ആ ആചാര്യനും ഈ കുട്ടിയെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം, സത്യസന്ധമായ രീതിയിൽ അല്ലെ നന്മയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ എന്താണോ ആഗ്രഹിച്ചത് അത് ആ നിമിഷം ഭഗവാൻ യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഗുരുനാഥൻ്റെ അടുക്കൽ ചെന്ന് ആ ഗുരുനാഥൻ്റെ കാൽപാദം തൊട്ടു വണങ്ങി അനുഗ്രഹം മേടിക്കുവാൻ ആ കുട്ടിക്ക് ഭാഗ്യവും ലഭിച്ചു. അപ്പം ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാനോടടുത്താൽ, ഇനി നമ്മൾ ഭഗവാനോട് അടുത്തില്ല എങ്കിൽ പോലും ഭഗവാൻ എങ്ങനെയെങ്കിലും നമ്മളെ ആ ഭക്തിയിലേക്ക് കൊണ്ടുവന്നിരിക്കും. അതിനുള്ള ടിപ്സ് അതിനുള്ള സാഹചര്യം ഭഗവാൻ ഒരുക്കി തരും. അതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ ആ അടുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൽ. രാധേ രാധേ ശ്യാം.